വലിയ പ്രതിസന്ധിയാണ് ഇടുക്കിയിലെ പല മേഖലകളിലും ആളുകൾ അനുഭവിക്കുന്നത്. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണുമൊക്കെ ഗതാഗത തടസ്സവുമൊക്കെ കുമളിയിലെ പത്തുമുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മണ്ണും മരങ്ങളുമൊക്കെ റോഡിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു. വീടിൻ്റെ സൈഡ് കെട്ടൊക്കെ ഇടിഞ്ഞു പോകുന്നിരിക്കുന്നു. അങ്ങനെ വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ് മലയോര മേഖലയിൽ നിലനിൽക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ അവിടെ കഴിഞ്ഞിട്ടില്ല. നിതിൻ അതിൻ്റെ വിവരങ്ങൾ പറയും. നിതിൻ, ഇത് ഒരുപാട് ഏരിയയിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇതേപോലത്തെ അവസ്ഥ? കുമളിയിൽ പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു ദിവേഷ്. അതിൻ്റെ ഒരു വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത് ഈ പറയുന്ന പോലെ കുമളി കട്ടപ്പന റോട്ടിൽ, അതായത് ആനവിലാസം പോകുന്ന റോട്ടിൽ പത്തുമുറിയിലാണ്. അത് ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞ് വീണതാണ്. അത് ഇതുവരെയായിട്ടും നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിലവിലും അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുമൊക്കെ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. ഇനി കുറഞ്ഞതൊരു 3 മണിക്കൂർ 4 മണിക്കൂർ നേരവും കൂടെ എടുക്കും അവിടെ ആ വഴി ഒന്ന് മൊത്തം പൂർണ്ണമായിട്ടും മണ്ണ് മാറ്റി വീണ്ടും ഗതാഗത യോഗ്യമാക്കി എടുക്കണമെങ്കിൽ. ഇന്നലെ രാത്രിയിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലുണ്ടായത്. ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണ് കിടന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂട്ടർ യാത്രികൻ ഇന്നലെ രാത്രിയിൽ സ്കൂട്ടർ മറിഞ്ഞ് അപകടമുണ്ടായി മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ആനവിലാസം റൂട്ടിലൂടെ കട്ടപ്പന പോകുന്ന പാതയിൽ പൂർണ്ണമായിട്ടും ഇപ്പം ഗതാഗതം നിലച്ച് തന്നെ നിൽക്കുകയാണ്. ഗതാഗതം സ്തംഭിച്ച് തന്നെ നിൽക്കുകയാണ്.